ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. സമീപകാലത്ത് സിനിമാ ലോകത്ത് സജീവമായി മാറിയ ട്രെൻഡാണ് പാർട്ട് 2ഉം 3യും ഒക്കെ ഒരുക്കുക എന്നത്. പല വലിയ ഹിറ്റുകളും 2 പാർട്ടുകളായിട്ടാണ് ഇന്ന് കഥ പറയുന്നത്. അതുപോലെ തന്നെ പഴയ ഹിറ്റുകളുടെ 2ാം ഭാഗത്തിലേക്ക് തിരികെ പോകുന്നതും പതിവായി മാറിയിട്ടുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും ആ രീതി വിജയം നേടിക്കൊടുക്കണമെന്നുമില്ല. ചിലപ്പോഴൊക്കെ 2ാം ഭാഗത്തിന്റെ പരാജയം ആദ്യ ഭാഗത്തിന്റെ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നതുമാകാം. ചില 2ാം ഭാഗങ്ങൾ ആരാധകർ ആഗ്രഹിക്കുന്നതായിരിക്കും, പക്ഷേ അത് നടക്കണമെന്നില്ല. അത്തരത്തിലൊരു സിനിമയാണ് വിജയ് നായകനായ തുപ്പാക്കി. AR മുരുകദോസ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ 2ാം ഭാഗം സംഭവിക്കുമോ എന്ന് കാലങ്ങളായി ആരാധകർ ചോദിക്കുന്നുണ്ട്. തുപ്പാക്കിയുടെ അവസാനവും തുടർച്ചയുടെ സൂചന നൽകുന്നതായിരുന്നു. താനും തുപ്പാക്കിയുടെ 2ാം ഭാഗത്തിന്റെ സാധ്യത മനസ്സിൽ കണ്ടിരുന്നുവെന്നാണ് സംവിധായകൻ AR മുരുകദോസ് പറയുന്നത്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മുരുകദോസ് തുപ്പാക്കിയുടെ 2ാം ഭാഗത്തിന്റെ സാധ്യതകൾ എത്തരത്തിലാണെന്ന് വിശദമാക്കുന്നുണ്ട്. തുപ്പാക്കിയുടെ കഥ തന്നെ അങ്ങനെയായിരുന്നു. അവൻ ലീവ് കഴിഞ്ഞ് തിരികെ പോവുകയാണ്. കുടുംബം ഇവിടെയുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ തിരികെ വരാം, അല്ലെങ്കിൽ അവിടെ തന്നെ എന്തെങ്കിലും സംഭവിക്കാം. അതൊരു ഹാഫ് വേ എൻഡ് ആണ്. പ്ലാൻ ചെയ്തു വെച്ചതായിരുന്നു. വീണ്ടും ലീവിന് വരുമെന്ന് പറയുന്നുണ്ട് എന്നാണ് മുരുകദോസ് പറയുന്നത്. അത് ആദ്യത്തെ തവണയുമല്ല. ഒരിടത്ത് സത്യൻ പറയുന്നുണ്ട്, ഇവൻ ഓരോ തവണയും ലീവിന് വരും, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഉടനെ വന്ന് എന്നെ പെടുത്തിയിട്ട് പോകും എന്ന്. ഇത് അവർക്കിടയിൽ ശീലമാണ്. ആർമി ഓഫീസറും പോലീസുകാരനും സുഹൃത്തുക്കൾ. അവൻ ലീവിന് വരും, ഇവിടെയൊരു പ്രശ്നമുണ്ടാകും, രണ്ടാളും ചേർന്ന് അത് ആരും അറിയാതെ പരിഹരിച്ച ശേഷം അവൻ തിരികെ പോകും. അതാണ് കഥയുടെ ബേസ് എന്നും അദ്ദേഹം പറയുന്നു. അത് വെച്ച് വീണ്ടും സിനിമ ചെയ്യാമെന്ന ഐഡിയ ഉണ്ടായിരുന്നു. സ്ലീപ്പർ സെൽ ഐഡിയ വെച്ച് വെബ് സീരീസുകളൊക്കെ വന്നിട്ടുണ്ട്. ഫാമിലി മാൻ പോലെയുള്ളവ. ബോംബെ പശ്ചാത്തലമാക്കി അത്തരം കഥകൾ എത്ര വേണമെങ്കിലും ചെയ്യാമെന്നും AR മുരുകദോസ് പറയുന്നു.